ലോഡ് ചെല്ലാണ്ട് എങ്ങനെ അവിടെ എവിടെ പോന്നു ഗൈസ്? നമ്മൾ കേക്ക് മേടിക്കാൻ. എന്തിന്? എന്ത് കേക്ക്? ബ്രേക്കപ്പ് ടു ബി. ഒന്നല്ലതാ രണ്ട്. എന്തോടാ ഹാജിയത്? പൊട്ടങ്ങനെ പൊട്ട. ബ്രേക്കപ്പ് പാർട്ടിയാണ് നമ്മളവിടെ എടി ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചു വരാം. നീ പോയിട്ട് വാ, നമ്മളിവിടെ തന്നെ ഉണ്ടാവും. നിനക്ക് ഈ അയ്യോ പാവി ചെക്കനെ കിട്ടിയുള്ളൂ പ്രേമിക്കാൻ. എന്റെ പ്രണയം സത്യമാണെങ്കിൽ ഇന്ന് ഇവിടെ ഇടിയോ അല്ലെങ്കിൽ മിന്നലോ വരും. ഈ ഒരു ശരീരം 2 മാസം കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെയാക്കിയതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതായിരുന്നു എന്റെ ഡേ 1. എല്ലാവരും ചെയ്യുന്ന പോലെ കുറെ മുട്ട വാങ്ങി ഫ്രിഡ്ജിൽ കൊണ്ടേ ശേഖരിച്ച് അതിനുശേഷം നടന്നത് ചരിത്രമാണ്. വീട്ടിൽ വരുന്ന വിരുന്നുകാർക്കൊക്കെ മുട്ട പൊങ്ങി കൊടുത്ത് ഉമ്മ എന്റെ മുട്ട മൊത്തം തീർത്ത്. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കുട്ടികളെ കയ്യിൽ ഞാൻ അമൃതപ്പൊടി കണ്ടത്. അൻസാറാഖാന്റെ കുട്ടി ലോലിപോപ്പ് പോലെ അമൃതപ്പൊടി എന്റെ നേരെ നീട്ടി. അത് കണ്ടപ്പോൾ എനിക്ക് ഈ സമുദ്രം പോലും വെറും ഒരു പൊട്ടക്കിണറായി തോന്നി. സമുദ്രം ഇനി എവിടെയൊക്കെ ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ചു പോയി. അങ്കണവാടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദാറ്റ് ഈസ് powerful place. തമ്മിൽ കാണുന്നുണ്ടെന്നാലും നാം മിണ്ടാതെ ഇത് ഇത്രയും വളർന്നോ എന്ന ചോദ്യം കേട്ടാണ് ഞാൻ ചെല്ലുന്നത്. ഇന്ന് സത്യം പറഞ്ഞ എനിക്ക് ഇന്റർവ്യൂസിന്റെ പെരുമഴയാണ്. ആദ്യം തന്നെ ഈ ഒരു മൂവിയുടെ പ്രൊമോഷൻ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി എന്റെ അടുത്ത് എത്രത്തോളം ആൾക്കാരെ പറയാറുന്നറിയോ MRC ഗാങ്ങിന്റെ തൊപ്പിന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നമുക്ക് സാധിച്ചെന്നല്ലേ വെച്ചുള്ളൂ. അങ്ങനെ ലൈവിൽ മാത്രം കണ്ടിട്ടുള്ള തൊപ്പീനെയും മമ്മൂനെയും ജാസിനെയും ഷെമീറിനെയും മുനുവിനെയും ആദിലിനെയും വക്കീലിനെയും റാംബോനെയൊക്കെ നേരിട്ട് കണ്ടു. ആദ്യം തന്നെ ഇവരെല്ലാരും കൂടെ കൂടിയിട്ടുള്ള ഗാങ് ഇന്റർവ്യൂ എടുത്തത് ഒന്നും പറയാനല്ല മക്കളെ, ചിരിച്ചിരിച്ചൊരു വഴിയെ. അങ്ങനെ ലൈറ്റ് ആയിട്ട് കുറച്ച് മന്തി കഴിച്ച് നേരെ പോയി ഡ്രസ്സ് മാറ്റി അടുത്ത തൊപ്പിനായിട്ടുള്ള പോഡ്കാസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഏകദേശം ഒരു രാത്രി 2 മണിയായപ്പോൾ തന്നെ നമ്മൾ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ ലൈവിൽ കാണുന്ന തൊപ്പിയിലുപരി തൊപ്പി എന്ന നിഹാദിനിടയ്ക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റി. ലൈഫിൽ ഒരു കംബാക്ക് നടത്താന്ന് പറയുന്നതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് തൊപ്പി. ആളുകൾ എന്തുകൊണ്ടാണ് തൊപ്പിനെ ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം ഓനായിട്ട് കുറച്ചേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ ഏകദേശം ഒരു നേച്ചർ ഗാർഡ് ഇനീഷ്യേറ്റീവും ചേർന്ന് സംയുക്തമായി ചെയ്ത ഒരു പ്രോഗ്രാമാണിത്. നെല്ലിയാമ്പതിയിൽ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം. നെല്ലിയാമ്പതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ എന്ത് നുമ്മ കാണിച്ചാലോ നോക്കോ, എടുത്തോണ്ട് പോക്കോ ഇനി എന്നെ. சார் ஓடிபி சொல்லுங்க. 6969. 4-5 லொக்கேஷன் போகிற மாதிரி இருக்கும், பரவாயில்லைங்களா? ஏன் 4-5 லொக்கேஷன்? என் அண்ணனை தேடி போகணும். யாரும் அண்ணன்? ஃபேஸ்புக்கிலலாம் ஃபேமஸ் இருந்தார். மாற்றமாக இருக்கு. പുറത്തോട്ടിറങ്ങുന്ന ആദ്യം തിരണം സൺസ്ക്രീൻ. അതെ, ആദ്യം നമ്മൾ ഷാമ്പു യൂസ് ചെയ്യണം, പിന്നെ കണ്ടീഷണർ, പിന്നെ ബോഡി വാഷ്, പിന്നെ ഒന്ന് കുളിക്കാനാണ് അത്ര സാധനങ്ങള്. ഇത് കണ്ട, ഇതുകൊണ്ട് ഞാൻ നേങ്ങൾക്കും മോങ്ങൾക്കും മേലെടുത്ത് ചന്തി എടുക്കും. ഞാൻ പോയി വണ്ടി കഴിക്കിട്ടില്ല. പണി എടി ഒരു ഉമ്മ വരുമോ? പറ്റൂല, എന്റെ സ്കിൻ ഡാമേജ് ആവും. ഒറ്റുമ്മല്ലേ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു.
This is a simulation game set in a virtual world and does not represent real life. Please play in moderation, take frequent breaks, and play responsibly. ഫസ്റ്റ് മാച്ച് കേറാണ്ടിരിക്കുമ്പോ അതായത് 1 അവർ ഞാൻ എങ്ങനെ ഇരിക്കും? ഞാൻ ഉറങ്ങിപ്പോവാ. ഫസ്റ്റ് മാച്ച് കേറാണ്ടിരിക്കുമ്പോ ഞാൻ ഉറങ്ങിപ്പോവാടാ. ഞാൻ ഉറങ്ങും. ഇങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് ബുക്ക് കേട്ടല്ലോ. ട്രക്ക് സ്റ്റോപ്പിൽ മിത്തുണ്ട്. ഞാൻ സ്ലം ഇറങ്ങാം. മിത്തുണ്ട് കേട്ടോ ട്രക്ക് സ്റ്റോപ്പ്. മിണ്ടായി കണക്ക് പറയുന്ന പോലെ മനസ്സിൽ പോലും കണ്ടിട്ടുണ്ട്. DVS-ഉം സംഭവം ഹെൽമെറ്റിന്റെ ഇഷ്ടമില്ല. ലൈഫ് വല്ലതും ഉണ്ടോടാ? സൗണ്ട് സാക്കേ, എന്റെ ഫയർ ബട്ടൺ എന്തോ പ്രശ്നം അവിടെ. ഫയർ ബട്ടൺ ഇവിടെ 200 എനിക്കുണ്ട്. ആദ്യം ഇട്ടോടാ ഗിലിംസ് ഉണ്ടോ ഇട്ടു മൈക്കോണായി കളിടാ. എന്റെ പുറകിലൊക്കെ ഫൂട്ട്, എന്റെ ഫ്രണ്ടിലും മുകളിലും ഒക്കെ ഫൂട്ട്. ഫ്രണ്ടിലും മുകളിലും ഒക്കെ ഫൂട്ട്. 4 മൈലന്മാരൊന്നും ഇറങ്ങിയാരത്തും ഇല്ലല്ലേ. അവന്മാരിറങ്ങൂല, അവന്മാർ പിന്നെ മോളിൽ ചുമ്മാ
അതായത് മുകളിലൊക്കെ കിടക്കണം. ഇതിപ്പോ ഞാൻ നോട്ടി ചാവൂടാ. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാ സാക്ക് കൊടുക്കാൻ ഇങ്ങേർക്ക് കേറി അടിക്കണോ? കയറി അടിച്ചാലടാ, ഇങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ല. ഇരിക്കാൻ അവന്മാര് ഇരിക്കൂടാ, അവന്മാരെ ഏരിയസ് ഉണ്ട്. എല്ലാ ലൂട്ടും ഉണ്ട്. നീ ഞാൻ ഏഴ് എന്നാണ് ഞാൻ പൊട്ടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അവൻ ടാഗ് ആയി കാണും. എന്റെ കൂടെ വന്നാണ് നമുക്ക് ഇതിലേക്ക് പൊക്കാൻ വിടല്ലേ. മുന്നിൽ ഡേഞ്ചർ ഉണ്ട്. മുന്നിൽ ഡേഞ്ചർ ഉണ്ട്. കിട്ടു നീ പൊട്ടത്തരം കാണിച്ചു കളഞ്ഞടാ, വെറുതെ പോയി നോക്കായി മൈലി. ആ ഫുഡ് സ്റ്റെപ്പ് ശ്രദ്ധിച്ചു കളയിടാ. നല്ലൊരിതായിരുന്നു എടുക്കാനുള്ള